ഇന്ത്യ മുന്നണിക്ക് വലിയൊരു തിരിച്ചടിയാണ് കിട്ടുന്നത്. എപ്പോഴും തിരിച്ചടിയാണ് എങ്കിലും വീണ്ടും ഒരു തിരിച്ചടി ലഭിക്കുകയാണ്. അതായത് ശരത് പവാർ വിഭാഗം മുഴുവൻ NDAയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ഈ തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണി, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലൊക്കെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അജിത് പവാറിന്റെ വിയോഗം, ഇതിനൊപ്പം തന്നെ പിന്നെ അജിത് പവാറിന്റെ ഭാര്യ ഉപമുഖ്യമന്ത്രിയാകുന്നു, ശരത് പവാറിന്റെ മകൾ കേന്ദ്രമന്ത്രിയാകുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ NDAയിലേക്കുള്ള പോക്ക് അത് എത്രത്തോളം ഇന്ത്യ മുന്നണിയെ ബാധിക്കും? ഇന്ത്യ മുന്നണി ഇനി എന്തോ ബാധിക്കാന്? ഇന്ത്യ മുന്നണി ആശ്വാസമുണ്ട്. ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പം നമ്മളത് ആദ്യമേ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ ആൾ BJPയിലേക്ക് പോയി, നിതീഷ് കുമാർ. അതിനുശേഷം സോണിയാഗാന്ധി ഏൽപ്പിച്ചിരുന്ന ആളാണ് ഈ പറയുന്ന ശരത് പവാർ. കാരണം ആൾക്കാരെ കോടീകരിക്കുന്നതിന് വേണ്ടി അതിനകത്ത് ഏറ്റവും മുതിർന്ന ആളെന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഇതെല്ലാം ചെയ്തോണമെന്ന് പറയുന്ന ആൾ കണ്ട് അദ്ദേഹം ഇപ്പം ഈ പറയുന്ന BJPയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ മുമ്പേ ഈ പറഞ്ഞത് എന്ത് വന്നാലും എന്ത് സംഭവിച്ചാലും BJPക്കും നരേന്ദ്രമോദിക്കും നേട്ടമുണ്ടാകുന്ന രീതിയിലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അത് പൊട്ടിത്തെറിച്ചാലും വിമാനാപകടം ഉണ്ടായാലും മരണം ഉണ്ടായാലും യുദ്ധം ഉണ്ടായാലും എല്ലാം BJPക്ക് ഗുണമാണ്. ഇപ്പം തന്നെ ഇതിനകത്ത് ഈ പൊട്ടിത്തെറിച്ചത് ദാരുണമായ ഒരു സംഭവമാണെങ്കിൽ അതിനുശേഷം ഉരുത്തിരിയുന്ന ഒരു വിഷയത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ 8 MP പിന്തുണ കൂടുക. കാരണം ഇതിനകത്ത് ശരത് പവാറിന്റെ കൂടെ 8 MP അജിത് പവാറിന്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം 2024 ഇലക്ഷനകത്ത് മഹാരാഷ്ട്രയിലൊക്കെ വലിയ തിരിച്ചടിയാണല്ലോ NDAക്ക് ഉണ്ടായത്. NDAക്ക് ഉണ്ടായതിനകത്ത് ഇദ്ദേഹത്തിന് കൊടുത്ത സീറ്റിനകത്ത് ഇദ്ദേഹം ജയിച്ചു വന്ന ഒറ്റ സീറ്റേ ഉള്ളൂ. അപ്പോൾ ഒറ്റ MP ഉള്ളൂ. ആ സ്ഥാനത്ത് ശരത് പവാറിന് 8 MP അപ്പം ഇപ്പം നമ്മൾ പറയുന്നത് ഇദ്ദേഹം കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ശരത് പവാറുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിലൊക്കെ ഇപ്പോൾ അദ്ദേഹം ശരത് പവാറുമായിട്ട് മത്സരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ 8 ഫെബ്രുവരി 8 ലയനത്തിന് വേണ്ടി തീരുമാനിച്ചിരുന്നു. അതിന് മുമ്പാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പം അതേ രീതിയിൽ തന്നെ വീണ്ടും മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു. നമ്മൾ ഇന്നലെ നടത്തിയ ചർച്ചയിനകത്ത് നമ്മൾ വിചാരിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഈ ലയനം കൊണ്ട് ഇദ്ദേഹം പ്രയോജനപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ മേൽക്കോയ്മ NCPയുടെ ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ ഉണ്ടായ മേൽക്കോയ്മ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ലയനം സാധ്യമാകും എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. കാരണം ഇപ്പോൾ 11 MP അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ 41 ഉണ്ടല്ലോ. അപ്പോൾ 52ഓളം MLA വരും. കാരണം എപ്പോഴും പുള്ളിക്ക് എത്ര കുറഞ്ഞാലും 51 MLA കരിമ്പ് കർഷക മേഖലയിൽ പുള്ളിക്കുണ്ട്. അപ്പോൾ അത് വീണ്ടും പുള്ളി അത് നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കും. നമ്മൾ വിചാരിച്ചത് ഇയാൾ ഇവരെ അടർത്തി അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതാണ്. ഒരു പക്ഷേ അതിനെക്കാട്ടിൽ ബുദ്ധിപരമായിട്ട് ഇവരങ്ങോട്ട് ചെല്ലാനുള്ള സാധ്യത ഇപ്പം ഇല്ലല്ലോ. കാരണം ഇവർ ഭരണപക്ഷത്ത് നിൽക്കുകയാണല്ലോ. അപ്പോൾ അയാൾ ഇങ്ങോട്ട് വന്നാൽ മതി. കാരണം ഇതിപ്പോൾ ഇങ്ങോട്ട് വന്ന് സെറ്റായിട്ട് അങ്ങോട്ട് പോവാം നാളെ കാലത്തെ ആ രീതിയിലാണ്. അല്ലെങ്കിൽ BJP കളിച്ച് 41 MLA അവരുടെ ഭാഗമായിട്ട് നിർത്തിയാൽ BJPക്ക് അത് ഗുണമായനെ. അപ്പം അത് വേണ്ട. ഈ അവസരം എന്തുകൊണ്ടും തീരുമാനിച്ചതുപോലെ കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന് ശരത് പവാറിന് ഉൾപ്പെടെയുള്ളവർക്ക് തോന്നിയതുകൊണ്ടാണല്ലോ 41 MLA സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ശരത് പവാറിനെ കൂട്ടിയത്. എന്തായാലും അപകടമില്ലാതെ ഇപ്പം ഇതുവരെ ഇല്ലാത്തൊരു കോംപ്രമൈസിന് അങ്ങോട്ട് ചെല്ലത്തില്ലല്ലോ. അപ്പം ആ അപകടം വണത്തിട്ട് അങ്ങോട്ട് ചെന്ന് കൂട്ടി യോജിപ്പിച്ചപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്. ആ മരിക്കുമ്പോൾ തന്നെ ഈ അപകടം ഇതേ രീതിയിൽ തുടരുകയും എന്നാൽ അത് BJPക്ക് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടാതിരിക്കുന്ന രീതിയിലേക്ക് ശരത് പവാർ ഇങ്ങോട്ട് വന്നു കൂടും. ശരത് പവാർ ഏറ്റവും നല്ലത് സ്വന്തം നിലനിൽപ്പാണല്ലോ. അതിനപ്പോൾ ഇപ്പോൾ BJPയുടെ കൂടെയും മഹാരാഷ്ട്രയിലെ NDAന്റെ കൂടെ നിൽക്കുന്നതാണ് നല്ലത്. അല്ലാതെ അവിടെ നിന്നാൽ ഈ പൈസാം കാലത്ത് ഈ 90-ാം കാലത്ത് ഈ MLA അങ്ങോട്ട് ചെല്ലത്തില്ല. കാരണം ഇവർക്കെല്ലാം ക്യാബിനറ്റ് റാങ്കും ഒക്കെ ഉള്ളവരാണ്. കാരണം ഈ ശരത് പവാറിനെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ശരത് പവാർ എത്രയോ കാലമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞിരുന്ന വ്യക്തിയാണ്. കോൺഗ്രസിൻ്റെ ഒരു വലിയ മുഖവുമായിരുന്നു. രാജീവ് ഗാന്ധിയുടെ ഒക്കെ കാലം കഴിഞ്ഞപ്പോൾ മുതലാണ് ശരത് പവാറിൻ്റെ ഒരു പ്രതാപം നഷ്ടപ്പെട്ടത്. പിന്നീട് എന്ത് വിചാരിച്ചു, മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് NCP എന്ന് പറയുന്ന പാർട്ടിയെ വളരെ വിശാലമാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു കാലം കഴിഞ്ഞപ്പോൾ ശരത് പവാറിന് ഇനി UDF അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഇന്ത്യ മുന്നണി എന്ന് പറയാവുന്ന ഒരു സഖ്യത്തിൽ നിന്നും അവിടെ വളർച്ചയില്ലാന്ന് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ നേരിട്ട് ശരത് പവാറിന് BJPയുമായിട്ട് പോകാൻ പറ്റുന്നില്ല. എന്നാൽ ശരത് പവാറിൻ്റെ അനന്തരം BJPയുമായിട്ട് കൈ കൊടുക്കുകയും ചെയ്തു. പതുക്കെ തൻ്റെ അണികളെ, തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ആ പാർട്ടി നിലനിർത്തുകയും ചെയ്താൽ ഇനി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ശരത് പവാർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ശരത് പവാറും അജിത് പവാറും ചേർന്നിട്ട് ഒരു ലയന നീക്കം അവർ പ്ലാൻ ചെയ്യുകയായിരുന്നു. അടുത്ത മാസം ഏതാണ്ട് 8-ാം തീയതി 9-ാം തീയതി മറ്റോ ഒരു ചർച്ച അനൗദ്യോഗികമായിട്ട് അവർ തീരുമാനിച്ചു, അന്ന് നടത്താമെന്നൊക്കെ തീരുമാനിച്ചു. അതിനിടയിലാണ് ഈ ദുഃഖകരമായ സംഭവം ഉണ്ടായത്. പക്ഷേ ഈ സംഭവം ഉണ്ടായാലും ശരത് പവാറിന് വലിയ സ്വാധീനമുള്ള ഒരു വോട്ടർ മേഖലയുണ്ട് ഇപ്പോൾ കർഷകർക്കിടയിൽ. ആ കർഷകരെ എല്ലാം തന്നെ ഒരുമിച്ച് നിർത്തുന്നു. എൻ്റെ പാർട്ടിയുടെ കൂടെ നിന്നാൽ അവർക്ക് ഗുണമുണ്ടാകുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നു. മാത്രമല്ല സ്വന്തം മകളെ
അവർക്കും വലിയ പദവിയൊക്കെ നേടിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ മഹാരാഷ്ട്രയിൽ ഒരു കാലത്ത് വലിയ പ്രതാപിയായിരുന്ന ശരത് പവാർ ആ പ്രതാപകാലം തിരിച്ചു പിടിക്കാനായിട്ട് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കരുക്കൾ നീക്കണമെങ്കിൽ BJP തൻ്റെ പാളയത്തിലേക്ക് വരുമെന്ന് വലിയ പ്രതീക്ഷയില്ല. പകരം ശരത് പവാർ പതിയെ നടന്ന് BJP പാളയത്തിലേക്ക് പോകുന്നു. നഷ്ടപ്പെടാനൊന്നുമില്ല. തൻ്റെ ഒരു പ്രതാപകാലമൊക്കെ അവസാനിച്ചു. ഇനി തൻ്റെ അനന്തരാവകാശികൾക്ക് ഈ പാർട്ടിയുടെ മേൽവിലാസം നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനാണ് ശരത് പവാർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നഷ്ടമുണ്ടാകുന്നത് ഇനി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്കായിരിക്കും, അല്ലെങ്കിൽ സോണിയാഗാന്ധി നേതൃത്വം നൽകുന്ന, രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ആ രാഷ്ട്രീയ കൂട്ടായ്മയ്ക്കായിരിക്കും. അതല്ലേ സംഭവിക്കാൻ പോവുക. അത് സംഭവിച്ചു കഴിഞ്ഞല്ലോ. പക്ഷെ രണ്ടാമതൊരു കാര്യമുണ്ട്. ഈ ഒരു ലേലത്തിനകത്ത് ശരത് പവാർ എടുത്തേക്കുന്ന ഈ തീരുമാനത്തിനകത്ത് BJPക്ക് നഷ്ടമുണ്ട് യഥാർത്ഥത്തിൽ. ഇപ്പൊ നഷ്ടമില്ലെങ്കിലും BJPക്ക് അവിടെ കടന്നു കയറാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഏത് ആ മേഖലയിൽ ആ കടന്നുകയറ്റത്തിന് ഇപ്പം ഒരു വിഘ്നമാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഇവർക്കുള്ള സീറ്റ് കൊടുക്കണമല്ലോ. ഇവർക്കുള്ള സീറ്റ് കൊടുക്കണം. മാത്രമല്ല അവർ വിലപ്പെട്ടു വീണ്ടും. ആ ശരത് പവാർ ഇപ്പം ശരത് പവാറിന്റെ മകളെ പിടിച്ച് കേന്ദ്രമന്ത്രിയാക്കും. ആ രീതിയിൽ വരും. ഇദ്ദേഹത്തിന്റെ അജിത് പവാറിന്റെ ഭാര്യ ഉപമുഖ്യമന്ത്രിയാകും. അപ്പൊ വീണ്ടും ആ പാളിച്ച ഒലിച്ചു പോകുന്നത് തടയാൻ സാധിക്കും. അല്ലായിരുന്നെങ്കിൽ ഇപ്പം ഈ അപകടത്തിന് ശേഷം ശരത് പവാറിന്റെ കൂടെ നിൽക്കുന്ന MLA-മാരെ BJP അവരുടെ കസ്റ്റഡിയിൽ അവരുടെ ഭാഗമായിട്ട് നിർത്തിയിരുന്നായിരുന്നെങ്കിൽ, വീണ്ടും വിഭജിച്ച് നിന്നായിരുന്നെങ്കിൽ ഈ ശരത് പവാറിന്റെ കരിമ്പ് മേഖല അല്ലെ കാർഷിക മേഖലയിലേക്ക് ഈസിയായിട്ട് ഇപ്പൊ BJP കയറി അവിടെ അത് ഈസിയായിട്ട് കയറിപ്പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് തടയിട്ടേക്കുക. ഇതാണ് ശരത് പവാർ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ശരത് പവാർ അഡ്ജസ്റ്റ്. എന്നാൽ പിന്നെ ശരത് പവാറിന്റെ അടുത്ത് ചോദിച്ചതാ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നപ്പോൾ നിങ്ങൾ ഇനി പോരെ മോളെ നമ്മൾ കേന്ദ്രമന്ത്രിയാക്കാം. അന്നെന്താ ശരത് പവാർ വരാൻ? അപ്പൊ ഇപ്പൊ രാഷ്ട്രീയ ചാണക്യനാണെന്ന് തെളിയിക്കുകയാണ്. ശരത് പവാർ ഇതേ ഉള്ളു രക്ഷ. ശരത് പവാർ ഇതേ ഉള്ളു രക്ഷ. രണ്ടു കൈയും വിട്ട് നിൽക്കുക. അതെ, ഇപ്പൊ അവസാനം കച്ചിത്തുരുമ്പ കയറി പിടിച്ചു കയറും. അയാൾക്ക് കച്ചിത്തുരുമ്പ് കിട്ടി. മരുമകൻ മരിച്ച കെയർ ഓഫിലാണെങ്കിൽ പോലും. മരിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അയാളെപ്പോലുള്ള ഗൂഢമായ അല്ലെങ്കിൽ നിഗൂഢമായ രാഷ്ട്രീയക്കാരൻ, അല്ലെങ്കിൽ ഏത് വഴിയും ചിന്തിക്കുന്ന രാഷ്ട്രീയക്കാരന് മരുമകൻ ഇല്ലാതെ വന്ന അല്ലെങ്കിൽ ആ മരുമകൻ നഷ്ടപ്പെട്ട് പോയിട്ട് ഉണ്ടാകുന്ന ലയനമാണ് പ്രയോജനം. മരുമകൻ ഉള്ള ഒരു ലയനം 8-ാം തീയതി നടക്കുന്നതിനെക്കാട്ടിൽ ശരത് പവാറിന്റെ പ്രയോജനം അയാൾ ഉദ്ദേശിക്കുന്ന അയാളുടെ മകൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു രാഷ്ട്രീയം ഈ മരുമകൻ ഇല്ലാത്ത അജിത് പവാർ തിരിച്ചു വരാത്ത ഒരു ലയനം തന്നെയാണ്. അത് തന്നെയാണ് ശരത് പവാറിന് ഗുണം. പറഞ്ഞുകൂടാ, അതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ BJP പക്ഷെ ഒന്നും കാണാതെ ഈ എല്ലാ കാര്യത്തിലും കൈ കൊടുക്കില്ല. കാരണം BJP എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ബാൽ താക്കറയുടെ കൈവശം ഉണ്ടായിരുന്ന ശിവസേനയെ ഒരു സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് BJP അവിടെ വളർന്നു. ശരത് പവാറിൻ്റെ ആധിപത്യമുള്ള കരിമ്പ് കർഷകർ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കടന്നു കയറാൻ കുറേ കാലമായിട്ട് BJP ശ്രമിക്കുന്നു, നടക്കുന്നില്ല. പക്ഷേ ശരത് പവാർ ഇപ്പോൾ വരുമ്പോൾ ശരത് പവാറിൻ്റെ നേതൃത്വവുമായിട്ട് അലയൻസ് ഒരു സഖ്യത്തിൽ ഏർപ്പെടുമ്പോൾ BJPക്ക് നഷ്ടമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. കാരണം ശരത് പവാറിനെ പോലെ ഈ ആളുകളെ കൂട്ടി യോജിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം നാളെ ഉണ്ടാവണമെന്നില്ല. ആ നേതൃത്വം ഇല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് കടന്നു വരാൻ BJP കഴിയും. നമുക്കറിയാലോ പല സംസ്ഥാനങ്ങളിലും BJP സഖ്യം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ സഖ്യത്തിനു കൂടെ നിന്നിട്ട് അവർക്ക് അധികാരം നൽകിയിട്ട് പതിയെ ആ മേഖലകളിലേക്ക് കടന്നു കയറുക. ഇതേ തന്ത്രം മഹാരാഷ്ട്രയിലും കൂടാഴിയില്ലല്ലോ. പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സിനു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ മുനിസിപ്പൽ കോർപ്പറേഷൻ പോയത്. 30 കൊല്ലം കൊണ്ട് അവിടുത്തെ അധികായകരായിട്ടുള്ള ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത ഇവിടെ മൊത്തം നിയന്ത്രിച്ചിരുന്ന ശിവസേനയുടെ കയ്യിൽ നിന്ന് BJPയുടെ കയ്യിലായില്ലേ? അവർ കടന്നു കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാനീ പറഞ്ഞത് ആ കടന്നുകയറ്റം മനസ്സിലാക്കി. നമ്മൾ പറയത്തില്ലേ മീനെ എടുത്ത് വെടി വെച്ചാൽ കിടന്ന് പടയ്ക്കും. ശരത് പവാർ പടയ്ക്കുന്നുണ്ട്. അതിനൊരു തൽക്കാല ആശ്വാസം. പല പണിയും നോക്കുമല്ലോ. അതേ പറഞ്ഞുള്ളൂ.